സർക്കിൾ കേട്ടോ. നമുക്ക് സർക്കിളിന്റെ എന്തൊക്കെ കാര്യങ്ങൾ അറിയുന്നേ? സർക്കിളിന്റെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് സെന്ററിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ അതിന് പറയുന്ന പേരെന്തുട്ടാ? വ്യാസം. ഓക്കെ അല്ലേ? ഇത് വ്യാസമാണല്ലോ. ഓക്കെ, ഇത് വ്യാസമാണ്. അപ്പോൾ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അതിൽ നിന്ന് ആ വ്യാസം കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഇങ്ങനെ ഇത് വരച്ചു. അതായത് അവിടുത്തെ മൂന്നാമത്തെ മൂല വന്നിട്ട് ഈ സർക്കിളിലാണെന്നുണ്ടെങ്കിൽ അത് എത്ര ഡിഗ്രിയാന്ന് പഠിച്ചിട്ടില്ലേ? അത് 90 ഡിഗ്രിയാന്ന് പഠിച്ചിട്ടില്ലേ? ഡിഗ്രി അല്ലേ? സോ ദിസ് വൺ വിൽ ബി 90. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ പേര് വന്നിട്ട് ABCD. ഓക്കെ, ഇതാണ് നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, സെന്റർ ഓഫ് ദി സർക്കിള്. ഇത് 8 സെന്റിമീറ്റർ വന്നിട്ടുണ്ട്, 8 സെന്റിമീറ്റർ. പിന്നെ വന്നിട്ടുള്ള ഈ ആംഗിൾ വന്നിട്ട് 55 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 55 ഡിഗ്രി. ഇത് വരച്ച് വെച്ചോ കേട്ടോ, 55 ഡിഗ്രി. പിന്നെ എന്നിട്ടാ ഓക്കെ, ഇത്രയും തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, മേലത്തതുണ്ട്, മേലത്തത് ഇല്ലാന്ന് വിചാരിച്ചോ, മേലത്ത് തന്നിട്ടില്ലാന്ന് വിചാരിച്ചോ. മേലത്ത് തന്നിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ നമ്മൾ സർക്കിളിന്റെ ഉള്ളിൽ ട്രയാങ്കിൾ നമ്മൾ കണ്ടിട്ടില്ലല്ലേ? ഇവിടെ എന്താ വരിക? ഇതെന്താ മനസ്സിലായോ? ഈ സംഭവം എന്ന് പറയുന്നേ, ഇവിടെ നിന്ന് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ എത്രയാണോ ഉള്ളത്, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എക്സിന്റെ ഇരട്ടി ആയിരിക്കും, 2x ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, സിമ്പിൾ ആയി നോക്കിക്കേ. ഇതിന്റെ വായ കുറച്ചല്ലേ തുറന്നിരിക്കണല്ലോ, കുറച്ച് തുറന്നിരിക്കുന്ന 55 ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മൈനായിട്ടും കുറവായിരിക്കുമോ? ഇല്ലല്ലോ, കൂടുതൽ വരണ്ടേ? സോ 2x ആയിരിക്കില്ലേ? ഓക്കെ, സോ ഇവിടെ 2x. മനസ്സിലായോ? ഓക്കെ, സോ അവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് 2x. അപ്പോൾ ഇവിടെ 55 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 115 അല്ല, എത്രയാ? 55ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 55 + 55 110 അല്ലേ? 110. ഓക്കെ, ഇനി ഇവിടെ എന്താ വരിക? ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 - 55 വിൽ ബി എത്രയാവും? 125 ആവും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് എഴുതി വെച്ചേ. നമുക്ക് ഫിഗർ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇതാക്കിയാണ്, നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും. സി അത് ഓപ്ഷനല്ല, ഞാൻ ചിലപ്പം പറഞ്ഞു മാത്രം. ഞാൻ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ പറഞ്ഞു മാത്രം. അല്ല, ഇത് സെന്ററിൽ കൂടെ പോകുന്ന വരെ. ഫസ്റ്റ് വരച്ച് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ സർക്കിൾ വരച്ചു, അതിന്റെ സെന്ററിൽ കൂടെയാണ് ഇത് വരച്ചത്. കറക്റ്റ് സെന്റർ, അത് വ്യാസമാണ്. പിന്നെ ഇങ്ങനെ കണക്ട് ചെയ്തു, ഇവിടെ 90. നാളെ ക്ലാസ് അല്ലേ? 90 നോക്കടി അല്ലേ? ഇത് 90. ഇവിടെ തന്നിട്ടില്ല എത്രയാണെന്നാണ് ചോദിച്ചിട്ടില്ല. ഇവിടെ 55 ആണെങ്കിൽ ഇവിടെ എത്രയാണെന്നാണ് ചോദിച്ചിട്ടില്ല. ഇവിടെ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചേ? 125. ഇതാണ് സംഭവം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു. കിട്ടിയോ? തല തിരിഞ്ഞത് നമുക്ക് മാറ്റാം.
ഇതൊന്നും ആവശ്യമില്ല, ഇതാവശ്യമില്ല. ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ചെയ്യാനായിട്ട് ഇത് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് ഇനി ചെയ്യാനേ നമ്മൾ കാണേണ്ടത് ബി ഡി കാണണം. ബി ഡി എന്ന് വെച്ചാൽ എന്നിട്ടാ വ്യാസം എത്ര എന്നുള്ളത് കാണണം കേട്ടോ. വ്യാസം കാണണം, വ്യാസം എത്ര. ഓക്കെ, വ്യാസം കാണണം. നോക്കിക്കേ, ചോദ്യം വ്യാസം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. വ്യാസം ഡയമീറ്റർ എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ വ്യാസം കാണാനായിട്ടുള്ള ഇക്വേഷൻ, വ്യാസത്തിന്റെ പേര് എന്നിട്ടാ ബി ഡി അല്ലേ? ഓക്കെ, ഈ സാധനം വേണ്ടല്ലോ, ഇതിന് കണ്ടതിന് കൺഫ്യൂഷൻ ആവണ്ട, ഇത് ഇല്ലാന്ന് വെച്ചോ കേട്ടോ. അത്ര മതി, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നോക്കണ്ട. വ്യാസമാണ് നമുക്ക് കാണാനായിട്ടുള്ള, വ്യാസം കാണണം. തന്നിട്ടുള്ള എന്തിട്ടുള്ളതെന്ന് നോക്കിക്കേ. ഓക്കെ, ഇത് കാണേണ്ടതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നോക്കണ്ടേ, കാണേണ്ടത് പിന്നെ എന്തുട്ടാ തന്നത്. കാണേണ്ടത് വ്യാസമാണ്, തന്നിട്ടുള്ള എന്തുട്ടാ ഓക്കെ. അത് വ്യാസത്തിന്റെ വേറെ പേര് ഇവിടെ പറഞ്ഞ 90 ഡിഗ്രി ഓപ്പോസിറ്റ് അല്ലേ നിൽക്കുന്നത് അല്ലെ? 90 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടുള്ളതുകൊണ്ട് അതെന്താണ്? കർണമാണ്. പേരെന്തുട്ട അതിന്റെ? ബി ഡി അല്ലേ? ബി ഡി എന്നാണ് അതിന്റെ പേര്. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചേ. കാണേണ്ടത് വ്യാസമാണ്, വ്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ കർണമാണ്, കർണം എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് കൊടുത്തിട്ടുള്ളത് ബി ഡി ആണ്. അതുവരെ കൊടുക്കാം. തന്നത് എന്തുട്ടാ? തന്നിട്ടുള്ളത് നമ്മൾ ഈ ആംഗിൾ ഇല്ലേ, തന്ന ആംഗിള്, ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം തന്നിട്ടുള്ള കാര്യം എന്തുട്ടാ? 55 ആണ് തന്നിട്ടുള്ളത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഇതിനെ പറയുന്നത് പേരെന്തുട്ടാ? 55ന്റെ നേരെ ഓപ്പോസിറ്റ് പറയുന്നതാണ് എതിർവശം. ഓക്കെ, തന്നിട്ടുള്ള എന്തുട്ടാ? എതിർവശം തന്നിട്ടുണ്ട്. എതിർവശത്തിന്റെ പേരെന്തുട്ടാ? ബി സി. സികൾ എത്രയാ? 8 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ ഇത് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇത് വെച്ചിട്ട് നമ്മൾ ഈക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യണം. നോക്കിയേ, കാണേണ്ടത് കർണമാണ്, തന്നിട്ടുള്ളത് എതിർവശമാണ്. സോ ഈക്വേഷൻ എന്തുട്ടാ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എതിർവശം ബൈ കർണം. ഓക്കെ അല്ലേ? സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എത്ര നമ്മൾ എഴുതും? സൈൻ എന്താ എഴുതണ്ടേ? സൈൻ 55 അല്ലേ? സൈൻ 55 ഇസ് ഈക്വൽ ടു എതിർവശത്തിന്റെ പേരെന്തുട്ടാ? ബി സി അല്ലേ? ബി സി ഡിവൈഡഡ് ബൈ ബി ഡി. ഓക്കെ അല്ലേ? അഗൈൻ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സൈൻ 55 ഇസ് ഈക്വൽ ടു ബി സി തന്നിട്ടുണ്ടല്ലോ അളവ് 8 ഡിവൈഡഡ് ബൈ ബി ഡി. ബി ഡി അല്ലേ? ചെയ്ത് നോക്കിയേ, ഒന്ന് ഇവിടെ ഒരു എഴുതി വെച്ചേ. സൈൻ 55, സൈൻ 55ന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ അതുകൊണ്ട് തന്നെ സൈൻ 55 നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. 0.82 സൈൻ 55. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇത് 0.82 ഈക്വൽ ടു പറഞ്ഞ 8 ഡിവൈഡഡ് ബൈ ബി ഡി. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യും? 8നെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ബി ഡിനെ അവിടെ നിർത്തണം. അപ്പോ ഒരു കാര്യം കൂടി, മൈനസ് കാരണം നോക്കിക്കേ, ഈ 0.82 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 0.82 ഡിവൈഡ് ബൈ 1. എന്തിനാ അങ്ങനെ എഴുതണ? കാരണം ഏത് സംഖ്യനെ ഡിവൈഡ് ബൈ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെയല്ലേ? സോ അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? 0.82 ഡിവൈഡ് ബൈ 1 എന്ന് എഴുതി വെച്ചു. സിംപ്ലി സെയിം തന്നെ കേട്ടോ, ഇതിന് പകരം നമ്മൾ ഇത് എഴുതി വെച്ചു. ഇസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ ബി ഡി. ഇനി ഇതാണ് ഇവിടെ എടുക്കുന്ന സംഖ്യയാണ് ഇങ്ങോട്ടേക്ക് വരുന്നെങ്കിൽ ചുമ്മാ ഇൻറ്റു ആയാൽ മതി. പക്ഷെ ഇവിടെ ഇതാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇൻറ്റു ആവും, 8 ഇൻറ്റു, പക്ഷെ ഇതെന്താവും? ഇത് നേരെ തലതിരിഞ്ഞു പോകും. 1/0.82 ഈക്വൽ ടു പി ഡി. മനസ്സിലായോ? അതായത് ന്യൂമറേറ്റർ ആണ് ഇങ്ങോട്ടേക്ക് വരുന്നെങ്കിൽ ഇൻറ്റു ആവും, പക്ഷെ ഈ സാധനം നേരെ റെസിപ്രോക്കൽ തലതിരിഞ്ഞു പോകും. മേലത്താണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ നേരെ ഇങ്ങനെ ചേഞ്ച് വരും. മേലത്ത് നേരെ ഇവിടെ ഇൻറ്റു ആവും, ഇത് നേരെ തിരിഞ്ഞു പോകും. ഓക്കെ, ഇത് തിരിഞ്ഞു പോകുമ്പോൾ 1 ആണ് മേലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പിൽ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും, മേലെന്താ വരിക എന്നുള്ള കൺഫ്യൂഷൻ ആവും. ഇത് മനസ്സിലായല്ലോ? അപ്പൊ 8 × 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 8 ഡിവൈഡ് ബൈ 0.82 ഇസ് ഈക്വൽ ടു
ബി ഡി. ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 0.82 എന്ന് പറയുന്നത് എന്തുട്ടാ? 82 ഡിവൈഡ് ബൈ 10 അല്ല 100 അല്ലേ, കാരണം 2 പോയിന്റിന് ശേഷം 2 സംഖ്യ. സോ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം 8 ഡിവൈഡ് ബൈ 82 ഡിവൈഡ് ബൈ 100 ഇസ് ഈക്വൽ ടു ബി ഡി. ഇസ് ഈക്വൽ ടു ബി ഡി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം? ഇവിടെ എന്ത് സംഭവിക്കുന്നു അറിയോ? ഈ സംഭവമില്ല ഇവിടെ കിടക്കുന്നത്, അതായത് ടോപ്പിലോട്ട് പോകും. ഓക്കെ, സോ എന്ത് വരും? 8 into 100 ഡിവൈഡഡ് ബൈ 82 is equal to BD. Therefore 8 into 100 എന്ന് പറഞ്ഞാൽ 800 ഡിവൈഡ് ബൈ 82 is equal to BD. ഇനി അത് ചെയ്ത് നോക്കാം. അവിടെ എന്ത് എഴുതി? 9.756 is equal to BD. ക്ലിയർ അല്ലേ?